Hello guys and welcome back to Best Car Picks. നമുക്കറിയാം ടാറ്റ കുറച്ചധികം കാലമായിട്ട് ടിയാഗോ ടിഗോറോ തുടങ്ങിയ വണ്ടികളൊന്നും തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. 2020 ലാസ്റ്റ് രണ്ട് വണ്ടികൾക്കും ഫേസ് ലിഫ്റ്റ് ലഭിച്ചത്. അതിനകത്ത് അവർ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ മാറ്റി കുറച്ച് ഡിസൈനൊക്കെ വ്യത്യാസം വരുത്തിയായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും. പക്ഷേ 5 വർഷമായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ ഇപ്പോൾ ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ട് കാണാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് 2025 ടാറ്റ ഇതിനൊരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്. കാരണം ഡിസൈൻ വൈസിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ടിയാഗോ നോക്കാം. ടിയാഗോയിൽ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈനൊക്കെ ആസച്ച് എടുക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ലോവർ പോർഷനിൽ ബമ്പർ അവർ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ താഴത്ത് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ് നമ്മുടെ എയർ ഇൻടേക്കിൻ്റെ സ്ഥലത്തൊക്കെ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്, ഡിസൈനിൽ വ്യത്യാസമില്ല. പിന്നെ ഒരു വ്യത്യാസം വന്നിരിക്കുന്ന ഹെഡ് ലാംപ്സിലാണ്. അതായത് ഡിസൈൻ അല്ല, അത് കുറച്ചുകൊണ്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ LED ഹെഡ് ലാംപ്സ് ആക്കിയിട്ടുണ്ട്. സാധാരണ ഈ സെഗ്മെൻറ്റിൽ LED ഹെഡ് ലാംപ്സ് അങ്ങനെ ഒരുപാട് വണ്ടികൾക്കൊന്നും കിട്ടാറില്ല. പക്ഷെ എന്തായാലും ഇപ്പോൾ ടിയാഗോയ്ക്ക് ഫൈനലി ഉണ്ട്. നേരത്തെ ഇതിൻ്റെ അകത്ത് LED ഹെഡ് ലാംപ്സ് ഇല്ലായിരുന്നു. ടാറ്റയുടെ പുതിയ ലൈറ്റിംഗ് സെറ്റപ്പ് വരാതെ LED ലൈറ്റ് വന്നിരിക്കുന്ന ഒരേ ഒരു വാഹനം, അല്ലെങ്കിൽ രണ്ട് വാഹനങ്ങൾ ഇത് ടിയാഗോയും ടിഗോറോ ആണെന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നെക്സോണിലും പഞ്ചിലും ഹാരിയർ സഫാരി എല്ലാത്തിലുള്ള ഒരു സെയിം അറേ ഉണ്ടല്ലോ ലൈറ്റ്സിൻ്റെ, ഈ പ്രൊജക്ടർ ആയിട്ടിങ്ങനെ താഴത്തോട്ട് നിൽക്കുന്ന, അതിൻ്റെ അകത്താണ് അവർ LED കൊടുക്കാറുള്ളത്. ബാക്കി സ്ഥലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസമില്ല. റിയർ പ്രൊഫൈൽ ആയാലും അല്ലെങ്കിൽ സൈഡ് പ്രൊഫൈൽ ആയാലും എല്ലാം സെയിം ആണ്. അലോയ്സിൻ്റെ പകരം അവർ കുറച്ച് ലോവർ വേരിയൻസ് ആണെങ്കിൽ 15 ഇഞ്ചും അതുപോലെ 14 ഇഞ്ചും ഹൈപ്പർ സ്റ്റൈലിൽ സ്റ്റീൽ വീൽസ് കൊടുക്കുന്നുണ്ട്. അതായത് വീൽ കവർ വരും, പക്ഷെ നമുക്ക് കാണുമ്പം ചെറുതായിട്ടൊരു അലോയ്സ് ഒക്കെ പോലെ തോന്നുന്ന പോലെ. പക്ഷേ ടോപ്പ് എൻഡിൽ വരുന്ന 15 ഇഞ്ച് അലോയ്സിൻ്റെ ഡിസൈനിൽ മാറ്റമൊന്നുമില്ല, സെയിം അലോയ്സ് തന്നെയാണ് ഇപ്പോഴും അവർ കൊടുക്കുന്നത്. ഇനി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഇതിന് ഡാഷ്ബോർഡ് ലേഔട്ടിൽ അവർ ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല, അത് എക്സാക്ട്ലി സെയിം ആണ്. പക്ഷേ എന്നാൽ സെൻറ്റർ കൺസോൾ കുറച്ച് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. AC വെൻസിൻ്റെ ഡിസൈൻ ആയാലും അതുപോലെ ഇൻഫോടൈം സിസ്റ്റം ആയാലും. നമുക്ക് നേരത്തെ ഇതിനകത്ത് 7 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വാഹനം ഒറിജിനലി ഡിസൈൻ ചെയ്തതും 7 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വെക്കാൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അത് കുറച്ച് റീഡിസൈൻ ചെയ്തിട്ടാണ് AC വെൻസൊക്കെ കുറച്ച് മാറ്റി നമ്മുടെ പുതിയ 10.25 ഇഞ്ചസിൻ്റെ സ്ക്രീൻ കുറച്ച് മുകളിലേക്ക് തള്ളി നിൽക്കുന്നത്, അതായത് ഒരു ഹെഡ്സപ്പ് രീതി പോലെ വെക്കാൻ പറ്റിയത്. അതിനകത്ത് തന്നെ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പുതിയ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ഹാരിയറിൻ്റെ ഒക്കെ റെഡ് ഡാർക്ക് എഡിഷൻ ആദ്യം വന്ന സമയത്ത്, അതായത് 2023 വന്ന ആ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ഇപ്രാവശ്യം അവർ ടിയാഗോയിൽ കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ക്ലസ്റ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് വളരെയധികം ബെറ്റർ ആണ്. 4 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് നടുവിൽ വരുന്നത്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ട് പറയാം. പിന്നെ സ്റ്റിയറിംഗ് വീൽ അവരുടെ ഇപ്പോൾ വരുന്ന 2 സ്പോക്ക് ഇലൂമിനേറ്റഡ് ടാറ്റയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗ് വീലാക്കി മാറ്റിയിട്ടുണ്ട്. അതും ഏകദേശം നല്ലൊരു പ്രീമിയം അപ്ഗ്രേഡ് ആണ്. ഇതുവരെ അവർ പഞ്ചിൻ്റെ പെട്രോൾ വേർഷൻസിലൊന്നും ഈ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടില്ല, പക്ഷേ ടിയാഗോയിൽ ഇപ്പോഴും അത് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് സീറ്റ്സിൽ വരുന്ന ഒരു ഫാബ്രിക് ഫിനിഷിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻ ക്യാബിൻ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം പ്രീമിയം ഫിനിഷ് ഇപ്പോൾ അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഓട്ടോ AC ആയിക്കോട്ടെ, അതുപോലെ NRG വേരിയൻസിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എന്തായാലും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പുറമെ കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സായ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലത്തെ പാർക്കിംഗ് ക്യാമറയും HD ആക്കിയിട്ടുണ്ട് ടിയാഗോയിൽ. ടിഗോറിൽ വേറൊരു വ്യത്യാസമുണ്ട്, അത് നമുക്ക് അവിടെ പറയാം. പക്ഷെ എന്തായാലും ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ, ഈ സെഗ്മെന്റിൽ 10.25 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം കിട്ടുന്ന വേറെ വണ്ടികളൊന്നുമില്ല. ഈവൻ i10 നിയോസ് ആണെങ്കിലും 8 ഇഞ്ചേ ഉള്ളൂ. പുതിയ സ്വിഫ്റ്റിൽ വരെ 9 ഇഞ്ചാണ് വരുന്നത്. ഇനി അടുത്ത വണ്ടി വരുന്ന ടിയാഗോ EV ആണ്. ടിയാഗോ EVയിലും കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ടിയാഗോയിൽ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അതിന് പുറമെ ചെറിയ കുറച്ച് ഡിസൈൻ ചേഞ്ച് ആണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിയാഗോ EVയുടെ താഴത്ത് എയർ ഇൻടേക്കിൻ്റെ ഏരിയ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് അത് ക്ലോസ്ഡ് ആണ്, എയർ ഇൻടേക്ക് പോലെ വരുന്ന സംഭവം. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ഇവർ വരുത്തിയിട്ടുണ്ട്. അതുപോലെ പുതിയ 14 ഇഞ്ച് സ്റ്റീൽ വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. ഈ വണ്ടിയിൽ വരുന്ന കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാം. ഈ പറയുന്ന ചിൽ ലൈം എന്ന് പറഞ്ഞ ഒരു മഞ്ഞ കളർ നമ്മുടെ ടിയാഗോ EVക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആണ്. ബാക്കി കളേഴ്സ് അതിപ്പോൾ പിന്നെ ആ ബ്ലൂ കളർ അതും ടിയാഗോ EVയിൽ എക്സ്ക്ലൂസീവ് ആണ്. ബാക്കി 4 കളേഴ്സ് നമുക്ക് നോർമൽ ടിയാഗോയിൽ കിട്ടും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വിചാരിച്ച അവരിപ്പം കർവിലും അതുപോലെ ബാക്കി പുതിയ വണ്ടികളൊക്കെ വരുന്ന അഡ്വഞ്ചർ, അക്കംപ്ലിഷ്ഡ് അങ്ങനെയൊക്കെ ആക്കുമായിരിക്കുന്നു. പക്ഷേ അതാക്കിയിട്ടില്ല. ഇപ്പോഴും XC, XM, XT, XZ+ തുടങ്ങിയ വേരിയൻസിലാണ് ഈ വണ്ടി ലഭിക്കുന്നത്. XZ NRG എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇത്തിരി ബോഡി കിറ്റ് കയറ്റിയ പോലത്തെ വേർഷനും അവരിപ്പോൾ കൊടുക്കുന്നുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഓരോ വേരിയൻസിലും വരുന്ന ഫീച്ചേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് കാണാം. ഓരോ വേരിയൻസിലും കുറച്ചധികം പുതിയ ഫീച്ചേഴ്സിൻ്റെ അഡീഷനും അവർ വരുത്തിയിട്ടുണ്ട്. ഇനി പ്രൈസ് നോക്കാനാണെങ്കിൽ 4.99 ലാക്സിലാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് വലിയ വ്യത്യാസമൊന്നുമില്ല. ബേസ് മോഡൽ ഇതിന് മുന്നേ എക്സാക്ട്ലി സെയിം പ്രൈസ് ആയിരുന്നു. 7.29 ലാക്സ് വരെയാണ് മാക്സിമം പ്രൈസ് പോകുന്നത് ഇതിൻ്റെ. ഇനി CNG എടുക്കുകയാണെങ്കിൽ 5.99 ലാക്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും നമുക്ക് നേരത്തെ ഏകദേശം സിമിലർ പ്രൈസ് തന്നെയായിരുന്നു. മാക്സിമം പ്രൈസ് 7.89 ലാക്സ് വരെയാണ് ഇവിടെയും പോകുന്നത്. ഇനി ടിയാഗോ EV എടുക്കുകയാണെങ്കിൽ 7.99 ലാക്സ് തന്നെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് നമ്മുടെ ലോ റേഞ്ച് വേർഷൻ്റെ 8.99 ലാക്സ് വരെ അത് പോകുന്നുണ്ട്. ലോങ് റേഞ്ച് ആണെങ്കിൽ 10.14 സ്റ്റാർട്ട് ചെയ്ത് 11.14 വരെയാണ് മാക്സിമം പോകുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൈസിൽ അവർ വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു പ്രൈസിങ് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫീച്ചേഴ്സൊക്കെ തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്.
ഇനി അടുത്ത വാഹനം ടിഗോറാണ്. ടിഗോറിൻ്റെ ഫ്രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിയാഗോയിലുള്ള അങ്ങനത്തെ വ്യത്യാസങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഗ്രില്ലിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് പറയും. ബമ്പറിൻ്റെ ഡിസൈൻ ഒരു ചെറുതായിട്ട് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. LED ഹെഡ് ലാംപ്സ് ഒക്കെ ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. വേറൊരു വ്യത്യാസം വരുന്നത് നിങ്ങൾ ഇതിൻ്റെ മിറർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴത്ത് ചെറിയൊരു ബൾജിങ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം ശരിയാണ്. 360 പാർക്കിംഗ് ക്യാമറയുടെ ആ ഒരു ബൾജിങ് തന്നെയാണ്. നല്ലൊരു ഫീച്ചറാണ്. ടിയാഗോയിൽ ഇവർ കൊടുത്തിട്ടില്ല, ടിഗോറിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ആണ്. ടിയാഗോയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്തും അവർ പുതിയ 15 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസും ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസും ഒക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 പുതിയ കളേഴ്സും വരുന്നുണ്ട്. ഇനി വീണ്ടും ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ആഡ് ആയിരിക്കുന്നത്. പുതിയ 10.25 ഇഞ്ചസിന് ഇൻഫോർടൈൻ സിസ്റ്റം ഉണ്ട്. 360 പാർക്കിംഗ് ക്യാമറ, അതുപോലെ HD പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, പിന്നെ വയർലെസ് അനോഡോട്ട്, ആപ്പിൾ കാർപ്ലേ, പിന്നെ മൾട്ടിപ്പിൾ ചാർജിംഗ് ബോർഡ്സ്, A ടൈപ്പും C ടൈപ്പും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ, അതായത് ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും ഒരു ആംബ്രസ്റ്റ് പോലെ ഇപ്പോൾ ഈ ഫോട്ടോയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതും വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി ഈ വാഹനത്തിൻ്റെ വേരിയൻസിൻ്റെ ഫീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. XM വേരിയൻറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. XM, XT, XZ Plus, അതുപോലെ XZ+ ലൂക്സ് തുടങ്ങിയ വേരിയൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് XT അതുപോലെ XZ+ ലൂക്സ് എന്ന് പറഞ്ഞ 2 വേരിയൻസും പുതിയതാണ്. പൊതുവേ ഇവരിപ്പോൾ ഈ ഒരു വേരിയൻസിൻ്റെ നെയിമിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കാത്തതാണ്. ശരിക്കും മറ്റേതാക്കിയിരുന്നെങ്കിൽ ഒരു യൂണിഫോമിറ്റി വന്നതിന് ടാറ്റയുടെ എൻ്റയർ ലൈനപ്പിൽ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള പേരുകളാണ്. ചെറിയ ലെറ്റേഴ്സ് ആണല്ലോ. മറ്റതിപ്പം അക്കംപ്ലിഷ്ഡ്, അഡ്വഞ്ചർ, അത് ഇത് എന്നൊക്കെ പറയുമ്പം കുറേ കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. പിന്നെ ഇവരുടെ സൺറൂഫുള്ള വേരിയൻറ്റ്, സൺറൂഫ് ഇല്ലാത്ത വേരിയൻറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ. എന്തായാലും ടാറ്റ ഇപ്രാവശ്യം ഇവരുടെ ഈ 2 വണ്ടികളിൽ സൺറൂഫ് കൊടുത്തിട്ടില്ല. പൊതുവെ അവരങ്ങനെ ചെയ്യാത്തതാണ്. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് സൺറൂഫ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഒരു സെഗ്മെൻറ്റിൽ സൺറൂഫ് കിട്ടുന്ന ആകപ്പാട് ഡിസൈറിൽ മാത്രമേ ഉള്ളൂ. അത് എന്തായാലും ബ്രേക്ക് ചെയ്യാൻ ടാറ്റയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ 360 ക്യാമറ ഇപ്പോൾ നമുക്ക് ഡിസൈറിലും ടിഗോറിലും കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഈ 2 വണ്ടികളിലും എൻജിൻസിൻ്റെ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന എൻജിൻ തന്നെയാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയാലും സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പ്രൈസ് നോക്കുകയാണെങ്കിൽ 5.99 ലാക്സിലാണ് ടിഗോറിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8.49 ലാക്സ് വരെ മാക്സിമം പ്രൈസ് പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പിന്നെ IC എഞ്ചിൻ, അതായത് CNG വേർഷൻസും 2 വാഹനങ്ങളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 7.69 ലാക്സ് ആണ്. XT വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഇതിനകത്ത് CNG കിട്ടുന്നത്. അത് പിന്നെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ മാക്സിമം പോകുന്നുണ്ട്. അതായത് XZ+ ലൂക്സ് എന്ന് പറയുന്ന ടോപ്പ് എൻഡിൻ്റെ CNGയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9.49 ലാക്സ് ആണ്. ഓൺ റോഡ് വരുമ്പോൾ ഒരു 11 മുകളിൽ പോകുമായിരിക്കും. പക്ഷേ എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിൻ്റാണ് മിക്ക വാഹനങ്ങൾക്ക് ഈ സെഗ്മെൻറ്റിൽ വരുന്നത്. കുറച്ചധികം കാലമായിട്ട് ടിഗോർ ടാറ്റയുടെ ഇത്തിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന വാഹനങ്ങളിൽ ഒന്നായിരുന്നു. കാരണം മിക്ക മാസം 1000-ന് താഴേക്കായിരുന്നു സെയിൽ വന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ഈ അപ്ഡേറ്റ് കഴിഞ്ഞ് എന്താവും, സെയിലിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ അതോ വീണ്ടും അതുപോലെ ആയിരിക്കും എന്നുള്ളതൊക്കെ. ടിയാഗോയുടെ സെയിൽ എന്തായാലും കുറച്ചും കൂടെ അവർ ഇതുവഴി കൂട്ടാൻ സാധ്യതയുണ്ട്. എനിവേ ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്യുക. ഓർ ഡിസ്ക്രിപ്ഷൻ നോക്കുക, എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.